നമസ്കാരം. 3 രാഷ്ട്രീയ കക്ഷികൾ, മൂന്നും ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങളാണ് അല്ലെങ്കിൽ ആയിരുന്നു. അത് തൃണമൂൽ കോൺഗ്രസ്, ദ്രാവിഡ വെട്രിക്കഴകം, ക്ഷമിക്കണം, ഇപ്പോൾ തമിഴക വെട്രിക്കഴകത്തിൻ്റെ ഒരു പ്രാസം പിടിച്ചെല്ലാം അങ്ങനെ വരുന്നുള്ളൂ. ദ്രാവിഡ മുന്നേറ്റ കഴകം, CPIM, ഈ 3 രാഷ്ട്രീയ കക്ഷികളും ഇന്ന് ഏതാണ്ട് ഒരേ തരത്തിലുള്ള ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ തരത്തിലുള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ പ്രത്യേക ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ അത് വ്യത്യസ്തമാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യം നിരവധി തവണയായി പറഞ്ഞിട്ടുള്ളതാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിലേക്ക് നമുക്ക് വരാം. CPIMൻ്റെ കാര്യം ആദ്യം ഒന്ന് പരിശോധിക്കാം. കാരണം അവരാണല്ലോ നമ്മുടെ സ്വന്തം ആൾക്കാർ, മലയാളികളുടെ സ്വന്തം ആൾക്കാർ. അവരുടെ കാര്യമൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ നില വളരെ പരിതാപകരമാണ്. കാരണം ആലോചിച്ച് നോക്കൂ, ഇവിടെ എല്ലാ ദിവസവും രാവിലെ ഉറക്കമെഴുന്നേറ്റാൽ പിണറായി വിജയന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം VD സതീശനെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും എന്തെങ്കിലും കാര്യത്തിന് രൂക്ഷമായി വിമർശിക്കുക, പരിഹസിക്കുക, അല്ലെങ്കിൽ അവരുടെ ഭരണം മുഴുവൻ പാളിച്ചകളാണ്, കെടുകാര്യസ്ഥതയാണ് എന്ന് ആരോപിക്കുക. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പക്ഷേ ചെയ്യേണ്ടതോ അവിടെ ഡൽഹിയിൽ ചെന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പരാതി പറയുക. കോൺഗ്രസ് ഞങ്ങളെ കേരളത്തിൽ പിച്ചി മാന്തി, ഞങ്ങളെ അങ്ങനെ പറഞ്ഞു, BJPയുമായി ഡീലുണ്ടെന്ന് ആരോപിച്ച് അത് മോശമായിപ്പോയി, പരിശോധിക്കണം എന്ന് MA ബേബിയെ പോലുള്ളവർ ഒരു കരച്ചിൽ കത്തെഴുതി ജോൺ ബ്രിട്ടാസിനെ പോലുള്ള താരതമ്യേന പരിചയക്കുറവ് ഉള്ള, അത് പരിചയക്കുറവെന്ന് ഞാൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളിലുള്ള പരിചയക്കുറവല്ല, രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് ഒരു ജൂനിയർ ലെവൽ പൊളിറ്റീഷ്യനായിട്ടേ കണക്കാക്കുവാൻ സാധിക്കുകയുള്ളൂ മറ്റ് നേതാക്കളെ താരതമ്യം ചെയ്യുമ്പോൾ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്തരത്തിലുള്ള പരാതികൾ എഴുതി കൊടുത്ത് വിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിക്കുക. ഇവിടെ കേരൾ മേ ഗുസ്തി, ഡൽഹി മേ ദോസ്തി എന്നുള്ള തരത്തിൽ, ഡൽഹി മേ ദോസ്തി പോലുമല്ല, അടിസ്ഥാനപരമായിട്ട് സീതാറാം യെച്ചൂരി ഈ ഇപ്പോൾ MA ബേബി വഹിക്കുന്ന സ്ഥാനം വഹിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ പലപ്പോഴും സോണിയാഗാന്ധിയുടെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെയോ വീട്ടുവേലക്കാരനെന്ന് എതിരാളികൾ പരിഹസിച്ചിരുന്നു. MA ബേബി ഇപ്പോൾ വീട്ടുവേലയ്ക്ക് ഉണ്ട് എന്നുള്ളൊരു പരിഹാസം അദ്ദേഹം എന്തായാലും ഭാഗ്യവശാൽ നേടിയെടുത്തിട്ടില്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് CPIMൻ്റെ കാലാകാലങ്ങളായിട്ടുള്ളൊരു സ്ഥാനമെന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ്സിന് വിടുപണി ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്തൊക്കെ സംസ്ഥാനത്ത് വളരെ ശക്തമായൊരു സാന്നിധ്യം അവർക്കുണ്ടായിരുന്നു, രാഷ്ട്രീയ സാന്നിധ്യം. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ മുൻപ് പലപ്പോഴും വലിയ തോൽവികൾ CPIM നയിക്കുന്ന ഇടതുപക്ഷ മുന്നണി നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ തോൽവിക്ക് ഒരല്പം വ്യത്യസ്തതയുണ്ട്. കാരണം അവരുടെ അടിസ്ഥാനം തന്നെ ഇളകിയിരിക്കുകയാണ്. മുൻപൊക്കെ പറയുകയാണെങ്കിൽ അവരുടെ ഒപ്പം ഏത് തോൽവി ഉണ്ടായാലും അണികളോടൊരു വിശദീകരണ യോഗമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ രൂക്ഷമായ വിമർശനം, പല പാളിച്ചകളും ഉണ്ടായി, അക്കാര്യത്തിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകണം എന്നുള്ള വിമർശനങ്ങളൊക്കെ വരുമ്പോൾ തിരുത്തിയാലും തിരുത്തിയില്ലെങ്കിലും അണികളെ ഒപ്പം നിർത്തുവാൻ അവർക്ക് എല്ലാ കാലത്തും സാധിച്ചിരുന്നു. അത് ഭീഷണിയിലൂടെ ആണെങ്കിൽ ഭീഷണിയിലൂടെ, സമവായത്തിലൂടെ ആണെങ്കിൽ സമവായത്തിലൂടെ, പ്രാദേശിക നേതാക്കൾക്ക് ആ പ്രദേശങ്ങളിലുള്ള സ്വാധീനം ഉപയോഗിച്ചാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഈ 3 ഘടകങ്ങളും ഇപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുതന്നെയാണ് അവരുടെ പ്രധാന പ്രതിസന്ധിയും അവർ നേരിടുന്ന പ്രധാന പ്രശ്നവും. കാരണം ഈ പ്രാദേശിക നേതാക്കളെല്ലാം ഇപ്പോൾ നമ്മുടെ കുഞ്ഞികൃഷ്ണനായാലും ഗോവിന്ദനായാലും, തളിപ്പറമ്പിൽ ഗോവിന്ദനായാലും, നമ്മുടെ കുഞ്ഞികൃഷ്ണനായാലും, KK രാഗേഷിനെ പോലുള്ളവരുടെ പ്രവൃത്തിയിൽ മനം മടുത്ത്, അല്ലെങ്കിൽ MV ഗോവിന്ദൻ്റെ പ്രവൃത്തിയിൽ മനം മടുത്ത് പാർട്ടി വിട്ടുപോയി. ഇവരെല്ലാമാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ പ്രാദേശിക തലങ്ങളിൽ സ്വാധീനമുള്ള പ്രാദേശിക നേതാക്കൾ. അത്തരത്തിലുള്ള നേതാക്കളെ ഉപയോഗിച്ചായിരുന്നു ഒരു കാലത്ത് തോൽവികളെ ഇവർ അഭിമുഖീകരിച്ചതും അതിനെ കടന്നുപോയിക്കൊണ്ടിരുന്നതും. അത്തരത്തിലുള്ള നേതാക്കൾ പാർട്ടി വിട്ടുപോയി തുടങ്ങിയിരിക്കുന്നു, പരസ്യമായി തന്നെ പാർട്ടിയെ വിമർശിച്ച് തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നേതാക്കൾ പാർട്ടി വിട്ടുപോകാത്തവർ, ഇനിയും പാർട്ടി വിട്ടുപോകാത്തവർ കടുത്ത അതൃപ്തിയിലുമാണ്. ആ അതൃപ്തിയുടെ ഏക കാരണം പിണറായി വിജയൻ്റെ ഒരു ഭരണ സംവിധാനമാണ്. പിണറായി വിജയനാണ് പാർട്ടി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതാണ്. ഇതാണ് CPIMൻ്റെ പ്രതിസന്ധിയുടെ ഒരു ഹ്രസ്വ വിവരണം. ഇനി അതേ പ്രതിസന്ധി തന്നെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്, DMKയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമുണ്ട്. കാരണം ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ളൊരു പരാജയം അവർ നേരിട്ടു. അവിടെയും അത്തരത്തിലുള്ള പരാജയങ്ങൾ മുൻപും DMKയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് അവർ തിരികെ കൂടുതൽ ശക്തിയോടുകൂടി ഭരണത്തിലെത്തിയിട്ടുണ്ട്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരുപക്ഷെ CPIMന് കേരളത്തിനുള്ളതിനേക്കാൾ ശക്തമായിട്ടുള്ള അടിസ്ഥാന തലത്തിലുള്ളൊരു സംവിധാനം അവർക്കുണ്ട്. കാരണം അവരുടെ പ്രാദേശിക നേതാക്കൾ എന്ന് പറയുന്നത് ഈ മാവട്ട ചേലാളർ എന്നൊക്കെ പറയും, ഒരു വിവിധ
ഒരു 10-15 നിയോജക മണ്ഡലങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു തലവനെയാണ് ഈ മാവട്ട ചേലാളർ എന്ന് പറയുന്നത്. ഒരു 2 ലോക്സഭാ മണ്ഡലങ്ങളൊക്കെ കാണും അതിൻ്റെ അകത്ത്. അയാളുടെ ഒരു അധികാര പരിധിക്കുള്ളിൽ പാർട്ടി നിർണയിച്ചു കൊടുത്തിരിക്കുന്ന അധികാര പരിധിയിലൂടെ അത്തരത്തിലുള്ള മാവട്ട ചേലാളർ, ദുരൈമുരുകനെ പോലുള്ളവർ ഒക്കെ ആ പ്രദേശങ്ങളിലുള്ള സ്വാധീനമെന്ന് പറയുന്നത് അവിശ്വസനീയമായ തരത്തിലുള്ളതാണ്. അത്തരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് തന്നെ അവരവരുടെ ഒരു അടിത്തറ ശക്തമായി നിലനിർത്തി കരുണാനിധിയുടെ കാലം കഴിയുന്നത് വരെയെങ്കിലും DMKയെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി ശക്തനായൊരു നേതാവില്ല എന്നുള്ളത് മാത്രമല്ല, MK സ്റ്റാലിൻ വളരെ ദുർബലനായൊരു നേതാവാണ്. ഉദയനിധി അതിലും ദുർബലനാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ളൊരു പ്രശ്നം, കരുണാനിധിയുടെ കാലം വരെ DMKയ്ക്ക് അധികാരം 5 വർഷത്തിൽ AIADMK ഭരിക്കും, അതിനുശേഷം ഞങ്ങൾ വരും, അല്ലെങ്കിൽ 10 വർഷങ്ങൾ AIADMK ഭരിക്കും, 15 വർഷങ്ങൾ AIADMK ഭരിക്കും, അത് കഴിഞ്ഞാൽ അധികാരം ഞങ്ങളിലേക്ക് തിരികെ എത്തുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ മൂന്നാമതൊരു വഴി തുറന്നിരിക്കുകയാണ് വിജയിലൂടെ. തന്നെയുമല്ല, ആ വഴി അടയ്ക്കുവാൻ അവർ ശ്രമിക്കുന്നതിനിടയിൽ അണ്ണാമലയെ പോലെ ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യങ്ങൾ രാഷ്ട്രീയ ഭൂമികയിലേക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതലത്തിലേക്ക്, രാഷ്ട്രീയ കളത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുകയാണ്. ഒപ്പം രജനീകാന്തിൻ്റെ പ്രതിച്ഛായ വല്ലാതെ ഇടിഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിനെ സംബന്ധിച്ച് നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ. എന്നിരുന്നാൽ പോലും ഇപ്പോഴും രജനിയുടെ പഴയ ആരാധകർ ശക്തരായ ഒരു വോട്ട് ബാങ്കായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പിന്തുണ അദ്ദേഹം അണ്ണാമലയുടെ പാർട്ടിക്ക് നൽകിയാൽ അതിൻ്റെ സ്വാധീനവും അവിടെ ദൃശ്യമാകും. ഈ രജനീകാന്തിൻ്റെ സ്വാധീനം 1996 ഒരു വാക്കുകൊണ്ട് ഇനി ഈ ഭരണം തിരികെ വന്നാൽ തമിഴ്നാട്ടിനെ രക്ഷിക്കുവാൻ ദൈവത്തിന് പോലും സാധിക്കില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു വരിയിലൂടെ ജയലളിതയെ പരാജയപ്പെടുത്തിയ അത്രയും ഒരു സ്വാധീന ശക്തി ഇന്ന് രജനീകാന്തിന് തമിഴ്നാട്ടിലില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സ്വാധീന ശക്തിയെ കുറച്ചു കാണുവാൻ നമുക്ക് സാധിക്കില്ല. അണ്ണാമലയ്ക്ക് സാധകമായി അത് ഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ വിവിധ ശക്തികൾ, പുതിയ ശക്തികൾ രാഷ്ട്രീയ കളത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നതും DMKയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരു നേർക്കുനേരെ AIADMKയുമായിട്ടുള്ള മത്സരത്തിനപ്പുറത്തേക്ക് 4 പോർവാതിലുകൾ തുറക്കേണ്ട ഒരവസ്ഥയിലേക്കാണ്. AIADMK ഇപ്പോഴും രാഷ്ട്രീയ ശക്തിയായി നിലനിൽക്കുന്നുണ്ട്. തമിഴക വെട്രിക്കഴകം വിജയുടെ നേതൃത്വത്തിൽ, വിജയുടെ പ്രഭാവത്തിൻ്റെ പച്ചയിൽ അണ്ണാമലൈ വരുന്നു. അത് 3 എതിരാളികൾ 3 ദിശയിൽ നിന്ന് അവരെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് തന്നെ NDAയുമായിട്ട് നേരിട്ടടുത്തില്ലെങ്കിൽ പോലും സൂപ്പർ NDA എന്നുള്ളൊരു തരത്തിൽ വിഷയാധിഷ്ഠിത പിന്തുണയുമായി NDAയുമായി ലോക്സഭയിൽ വിഷയാധിഷ്ഠിത പിന്തുണയുമായി അതിൻ്റെ തുടക്കം ഒരുപക്ഷെ ഈ വനിതാ സംവരണ ബില്ലിലും ഡീലിമിറ്റേഷനിലും തുടങ്ങും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത്. NDAയുമായി കൂടുതൽ അടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് DMK നിലം പതിച്ചിരിക്കുന്നു. ഗതികേടാണ്. കാരണം സനാതനത്തിനെ ഇല്ലാതാക്കുമെന്നൊക്കെ വെല്ലുവിളിച്ച് നടന്നിട്ട് സൂപ്പർ NDAയുടെ ഭാഗമായി, ഒടുവിൽ NDAയുടെ തന്നെ ഭാഗമായി തുടരേണ്ടി വരിക എന്നുള്ളത്. പക്ഷേ DMKയെ സംബന്ധിച്ച് ഒരു കാര്യം എടുത്തു പറഞ്ഞേ സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയപരമായി അവരോട് എന്തൊക്കെ വിരോധമുണ്ടെങ്കിലും അവരുടെ സഖ്യകക്ഷികളോട് അധികാരത്തിൽ പങ്കു കൊടുത്തില്ലെങ്കിലും കോൺഗ്രസിനെ പോലുള്ള സഖ്യകക്ഷികൾക്ക് തമിഴ്നാട്ടിൽ ഒരു നിലയുറപ്പിക്കുവാനും 5 സീറ്റെങ്കിലും ലഭിക്കുവാനുമുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുത്ത് വിശ്വസ്തയോടുകൂടി തന്നെ അവരുടെ ഒപ്പം രാഷ്ട്രീയ പാതയിൽ സഞ്ചരിച്ചൊരു രാഷ്ട്രീയ കക്ഷിയാണ്. അവരുടെ ഒപ്പമുണ്ടായിരുന്ന കാലത്തോളം DMK പൂർണ്ണമായ വിശ്വസ്തത കോൺഗ്രസിനോട് പുലർത്തിയിരുന്നു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്ന് ND സഖ്യത്തിൽ നിർദ്ദേശിച്ച ഏക നേതാവ് MK സ്റ്റാലിനായിരുന്നു. മറ്റാർക്കും രാഹുൽ ഗാന്ധിയോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. MK സ്റ്റാലിന് രാഹുൽ ഗാന്ധിയോടൊരു സ്നേഹമുണ്ടായിരുന്നു. എൻ്റെ സഹോദരനാണ് എന്നുള്ള രീതിയിലാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. അയാളെയാണ്, ആ ഒരു വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ് ചതിച്ചിട്ട് കോൺഗ്രസ് ഇപ്പോൾ വിജയുടെ ഒപ്പം ഭരണത്തിൽ പങ്കുപറ്റി തമിഴ്നാട്ടിൽ അഭിരമിക്കുന്നത്. അതിൻ്റെ ഫലം കോൺഗ്രസ് അനുഭവിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതിന് സാധ്യതകൾ തള്ളിക്കളയുവാൻ സാധിക്കില്ല. പക്ഷേ മറുവശത്ത് വിജയുടെ പ്രഭാവത്തിൽ കോൺഗ്രസ്സിനൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കില്ല. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ ആ പ്രശ്നത്തെ സംബന്ധിച്ച് കൂടുതൽ വിശകലനങ്ങൾ ആവശ്യമായതുകൊണ്ട് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം. DMKയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ NDAയുടെ ഭാഗമായിട്ട് ഇപ്പോൾ അവർ കഴിയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല. മമതാ ബാനർജി വിഷം കുടിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് സോണിയോട് ഭീഷണി മുഴക്കി എന്നാണ് പലരും പറയുന്നത്. സത്യാവസ്ഥ അറിയില്ല. ഒരു പക്ഷേ മമതയെപ്പോലുള്ളൊരു
വ്യക്തിത്വം അങ്ങനൊരു ഭീഷണി മുഴക്കുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കില്ല. അവിടെയും മഴ പെയ്യുവാനും പെയ്യാതിരിക്കുവാനും സാധ്യതയുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ്സാണ് ഈ 3 പാർട്ടികളിൽ ഏറ്റവും അധപ്പതിച്ച് ഏതാണ്ട് ഒരുപക്ഷെ ഇല്ലാതായത്. അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് ഒരു രൂപാന്തരം സംഭവിച്ച് മറ്റൊരു തൃണമൂൽ കോൺഗ്രസ്, ന്യൂ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായി വന്നേക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ അത്തരത്തിലൊരു തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴേ നിലവിലുണ്ട്. അങ്ങനെ ഒരു പരിവർത്തനം സംഭവിച്ചേക്കാം തൃണമൂൽ കോൺഗ്രസ്സിന്. പക്ഷേ മമതാ ബാനർജിക്കും അഭിഷേക് ബാനർജിക്കും, കാരണം അവരായിരുന്നു തൃണമൂൽ കോൺഗ്രസ്, അതിനപ്പുറത്തേക്കൊരു തൃണമൂൽ കോൺഗ്രസ് ബംഗാളികൾക്ക് പശ്ചിമ ബംഗാളിൽ സങ്കല്പിക്കുവാൻ പോലും സാധിക്കുമായിരുന്നില്ല. മെയ് 4 മുൻപ് വരെ, മെയ് 3 വരെ, 2026 മെയ് 3 വരെ. ഇന്ന് അങ്ങനെ ഒരു തൃണമൂൽ കോൺഗ്രസ് ഇല്ല. മമതാ ബാനർജി വെറും നിഷ്പ്രഭയായി മാറി. യാതൊരു തരത്തിലുള്ള ആളും ആരവും ഇല്ലാതെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ്. പിണറായി വിജയൻ, മമതാ ബാനർജി, MK സ്റ്റാലിൻ, ഇവർ 3 പേരും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന തുല്യ ദുഃഖിതരായ രാഷ്ട്രീയ നേതാക്കളാണ് എന്ന് പറയാതെ വയ്യ. ഈ ഒരു സാഹചര്യം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുന്നത് പ്രേക്ഷകർക്കും കൗതുകരമായിരിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വിഷയം കയ്യിലെടുത്തത്. ഈ 3 രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? അവരുടെ ഒരു രാഷ്ട്രീയ ഭാവി അല്ലെങ്കിൽ ഇവരുടെ മുൻ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ഇതെല്ലാം സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം ഈ വിഷയത്തിൽ സംവാദങ്ങൾ തുടരുന്നത് ഭാവിയിലെ രാഷ്ട്രീയ ഭൂമിയെ ഒന്ന് വിശകലനം ചെയ്യുവാൻ നമുക്കെല്ലാവർക്കും സഹായകരമായിരിക്കും. അതുകൊണ്ട് തന്നെ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.